സ്ത്രീധനത്തിന്റെ പേരിൽ യുവതിയെ പട്ടിണിക്കിട്ടുന്ന സംഭവത്തിന്റെ ഞെട്ടൽ ഇനിയും കേരളത്തിന് മാറിയിട്ടില്ല. ഭർത്തൃവീട്ടിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട തുഷാരയുടെ അമ്മ അതീവ വേദനയിലാണ്. അവരാവശ്യപ്പെട്ട പണം ഞങ്ങൾ സ്വരുക്കൂട്ടിയിരുന്നു. എന്നിട്ടും എന്റെ മകളോട് എന്തിനീ ക്രൂരത ചെയ്തു? അവർ വെറും അന്ധവിശ്വാസികളാണ്, കൂടോത്രക്കാർ എന്നാണ് തുഷാരയുടെ അമ്മ വേദനയോടെ പറയുന്നത്. കരുനാഗപ്പള്ളി അയണിവേലിക്കുളങ്ങര തുഷാര ഭവനത്തിൽ തുളസീധരന്റെയും വിജയലക്ഷ്മിയുടെയും മകളാണ് തുഷാര. മകൾ ഇത്രയും കൊടിയ പീഡനങ്ങൾക്ക് ഇരയായിരുന്നുവെന്ന് അറിയില്ലായിരുന്നുവെന്നാണ് അമ്മ പറയുന്നത്. വിവാഹ സമയത്ത് സ്വർണം നൽകി. സ്ത്രീധനത്തിന്റെ ബാക്കിയായ 2 ലക്ഷം രൂപയ്ക്ക് പകരം 3 ലക്ഷം രൂപ നൽകാനുള്ള ശ്രമത്തിലായിരുന്നു. ഇതിനായി വീട് പണയം വെച്ച് കാർഷിക ഗ്രാമീണ വികസന ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനുള്ള ശ്രമത്തിലായിരുന്നുവെന്നും അമ്മ പറയുന്നു. 2013 തുഷാരയുടെ വിവാഹം. വിവാഹശേഷം കുറച്ചു തവണ മാത്രമേ ഇരുവരും വീട്ടിൽ വന്നിരുന്നുള്ളൂ. ആദ്യമെത്തിയ ദിവസം തുഷാര ധരിച്ചിരുന്ന ആഭരണങ്ങൾ കണ്ടപ്പോൾ തന്നെ ബന്ധുക്കൾക്ക് ചില സംശയങ്ങൾ തോന്നി. പിന്നീട് തിരക്കിയപ്പോഴാണ് കടം വീട്ടാനെന്ന പേരിൽ ഭർത്താവ് ആഭരണങ്ങൾ ഊരിവാങ്ങി പകരം വില കുറഞ്ഞ ആഭരണങ്ങൾ നൽകിയെന്നറിയുന്നത്. മകളെ പീഡിപ്പിക്കുന്നതും പതിവായി. ഇത് ചോദ്യം ചെയ്തതോടെ മാതാപിതാക്കളെ ബന്ധപ്പെടുന്നത് വിലക്കി. ഫോൺ നൽകാതെയായി. മകളെ നശിപ്പിക്കാൻ പല ദുർമന്ത്രവാദങ്ങളും നടത്തി. വീട്ടിൽ ചെന്നാൽ പോലും മകളെ കാണിച്ചിരുന്നില്ല. പീഡനം സഹിക്കാനാവാതെ തുഷാര ആത്മഹത്യയ്ക്കും ശ്രമിച്ചിരുന്നു. വിവാഹം നടക്കുമ്പോൾ ചന്തുലാൽ താമസിച്ചിരുന്നത് പ്രാക്കുളത്താണ്. ഒരിക്കൽ മകളെ കാണാൻ അവിടെ എത്തിയപ്പോഴാണ് ഇവർ ഓയൂരിന് സമീപത്തേക്ക് താമസം മാറ്റിയത് അറിയുന്നത്. പഞ്ചസാര കലക്കിയ വെള്ളവും കുതിർന്ന അരിയുമാണ് തുഷാരയ്ക്ക് ഭക്ഷണമായി നൽകിയിരുന്നത്. തുഷാരയെ പീഡനത്തിനിരയാക്കുന്നതിന് കൂട്ടുനിന്ന എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് DGP അടക്കം കാണും. അറസ്റ്റിലായ തുഷാരയുടെ ഭർത്താവ് ചന്തുലാലും ഭർത്തൃമാതാവ് ഗീതാലയും റിമാൻഡിലാണ്. ഭർത്തൃവീട്ടുകാർ പട്ടിണിക്കിട്ട് പീഡിപ്പിച്ചതിനെ തുടർന്നാണ് തുഷാര മരിച്ചതെന്ന് നാട്ടുകാരും പറയുന്നു. ഭർത്താവും ഭർത്തൃമാതാവും സ്ഥിരം തുഷാരയെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു. മകളെ കഴിഞ്ഞ 2 വർഷത്തോളമായി ഭർത്തൃവീട്ടുകാർ കാണാൻ പോലും അനുവദിച്ചില്ലെന്നാണ് പറയുന്നത്. ഈ മാസം 21-ാം തീയതി രാത്രിയാണ് കരുനാഗപ്പള്ളി സ്വദേശിയായ തുഷാര ഓയൂർ ചെങ്കുളത്തുള്ള ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് മരണപ്പെട്ടത്. മരണസമയത്ത് 20 കിലോ മാത്രമായിരുന്നു തുഷാരയുടെ ഭാരം. രോഗിയായ തുഷാര ആഹാരം കഴിച്ചിരുന്നില്ലെന്നായിരുന്നു ഭർത്താവിന്റെ മൊഴി. ഇതിൽ സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അതിദാരുണമായ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. പെൺകുട്ടിയെ ഭർത്താവും വീട്ടുകാരും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചിരുന്നതായും ആഹാരം നൽകിയിരുന്നില്ലെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.